വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നെന്തായാലും ഗൈസ് നമ്മളെന്തായാലും കളിക്കാനായിട്ട് പോണേന്ന് പറഞ്ഞ ഗൈസ് നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1 കണക്കാണ്. നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1 കണക്കുള്ള കാർ എസ്കേപ്പ് കണക്കാണ് എന്തായാലും ചെയ്യാനായിട്ട് എന്തായാലും ഉദ്ദേശിക്കണേന്ന് പറഞ്ഞു. ഓക്കെ, എനിക്കിപ്പോൾ എങ്ങനെയാണ് കാർ എസ്കേപ്പ് ചെയ്യേണ്ടത് നന്നായിട്ട് എന്തായാലും അറിയാം. ഓക്കെ, നമ്മൾ മറ്റേ പ്രാക്ടീസ് മോഡിട്ടാണ് കളിക്കണമെന്ന് വെച്ചാൽ ഈ ഗ്രാനി എപ്പോഴും നമ്മൾ ശല്യം ചെയ്യും ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും കേസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ എന്തായാലും കളികൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ എന്തോ ഒരു കുപ്പി പോലത്തെ സാധനം കിട്ടണം. എല്ലാം ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും ഒരിടത്ത് എന്തായാലും കൊണ്ടിടുന്നതാണ്. കാരണം വെച്ചാൽ നമുക്കിതെല്ലാം വേണ്ടി വരുന്ന സാധനങ്ങളാണ്. ഇപ്പം എങ്ങനെയാണ് കാർ എസ്കേപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് എന്തായാലും അറിയാം. ഓക്കെ, എന്തായാലും നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒരിടത്ത് എന്തായാലും കൊണ്ടുപോയി കൂട്ടാൻ ഇതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് എന്തായാലും തുറന്ന് നോക്കാൻ ഇതൊക്കെ. നമ്മുടെ മുറിയിലാണെങ്കിൽ ഒരു ചെറിയൊരു ഇതേപോലത്തെ ഒരു ടേബിൾ പോലത്തെ സാധനം ഉണ്ട്. അത് നമ്മൾ തുറന്ന് നോക്കിയിട്ടേ ഇല്ല. ഓക്കെ, അതിലാണെങ്കിൽ ഒന്നും കിട്ടാറ് ഇല്ല. ഓക്കെ, ലീവ് ദിസ് ഹൗസ് എന്നൊക്കെ എന്തൊക്കെ എഴുതി വെച്ചേക്കണം. അല്ലാതെ ഒരു തേങ്ങയും ഇല്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇതിൻ്റെ അപ്പുറത്തോളം നമ്മുടെ ഈ റൂം ഫുള്ളാണ് നമ്മൾ സെർച്ച് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അടിയിലൊന്നും തന്നെ ഇല്ലല്ലോ. ഓക്കെ, നമ്മുടെ ഈ ഒരു ടേബിളിലും വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇതെന്താണ്? ഓക്കെ ഗൈസ്, ഇവിടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു പീസ് കണക്ക് ഇരിപ്പുണ്ടോ? ഇത് എന്തിനുള്ളതാണെന്ന് എനിക്കറിയണം. അത് നമ്മുടെ മറ്റൊരു പീസില്ലേ, പീസ് ഓഫ് പെയിൻറ്റ്. ഓക്കെ, ഇത് അതിൻ്റെ ഒരു പീസാണ്. ഇത് നമുക്ക് വേണ്ട ഒരു സാധനം തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു വഴി പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഇതുവഴി നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോകാൻ പറ്റുന്നതാണ്. ഞാൻ അതെന്തായാലും തുറന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് എന്തായാലും ഈ ഏരിയ ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് നോക്കും. ഇതൊന്നും തുറക്കാൻ പറ്റത്തൊന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല. ഓ ഗൈസ്, നമുക്ക് ഫ്രഞ്ച് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ഈ ഫ്രഞ്ച് എന്ന് പറഞ്ഞത്. ഈ ടാങ്ക് നമുക്ക് കിട്ടിയില്ലായിരുന്നു. അത് ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ആദ്യമേ തന്നെ എന്തായാലും കിട്ടി. ഓക്കെ, നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തൊന്നും ഒന്നും ഇല്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഡോറ് നമുക്ക് തുറക്കാം. ഓക്കെ, ഇത് മേലോട്ട് പോകാനുള്ള വഴി എന്തോ ആണ് കേസ്. ഓക്കെ, മേളിൽ നമ്മുടെ ഏതാണ് മറ്റേ ഒരു റൂമില്ല, അതാണ്. ഓക്കെ, ഇവിടെ എന്തായാലും ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് പോലത്തൊരു സംഭവം ഉണ്ടായിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടത്തെ ഈ ഒരു സാധനം കണ്ട് ഇത് നമുക്ക് എന്തായാലും പൊട്ടിച്ച് എന്തായാലും അടിയിൽ പോകാനായിട്ട് എന്തായാലും പറ്റുന്നതാണ്. ഇതാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാത്റൂം. ഒക്കെ നമ്മുടെ ബാത്റൂമിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ എന്തായാലും കാർ കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പീസ് ഓഫ് പെയിൻറ്റിങ് കിടപ്പുണ്ട്. വേറെ ഒന്നും തന്നെ കിട്ടിയില്ല. നമുക്ക് കാറിൻ്റെ അല്ലേ, കാറിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കാർ താക്കോലില്ലാതെ എങ്ങനെ ഓടിക്കാനായിട്ട് പറ്റും ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ ഇതൊരുത്ത് ഉണ്ടായാലും കൊണ്ടുവയ്ക്കുക. നമുക്ക് എന്നിട്ട് ആ പീസ് ഓഫ് പെയിൻറ്റിങ് കൂടെ എടുത്തിട്ടാണ്. ഓക്കെ, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല സാധനമായിരിക്കും. ഓക്കെ, പീസ് ഓഫ് പെയിൻറ്റിങ്. ഓക്കെ, ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് കിട്ടിയില്ലായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഇതും കൂടെ എന്തായാലും ഇവിടെ കൊണ്ടെന്തായാലും ഇടാം ഗൈസ്. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ള സ്ഥലം മൊത്തത്തിൽ നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് എന്തായാലും നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ മേളിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടുത്തെ ഇത് തുറക്കണം. ഓക്കെ, അയ്യോ ഇപ്പം ഞാൻ വീഴുമായിരുന്നു ഗൈസ്. ഓക്കെ, അവിടെ നമ്മുടെ ഗ്യാസ് ഓയിലും പിന്നെ വേറെ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ അവിടെ കോബ് വീല് ഗൈസ്. ഓക്കെ, കോബ് വീല് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഐ നീഡ് സ്പെഷ്യൽ കീ, ഐ നീഡ് ഹാമർ, അങ്ങനെ കുറേ സാധനം വേണം. ചെറിയ ചുമയുണ്ട്, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഓക്കെ, നമുക്കെന്നാലും താഴോട്ടെന്നാലും പോകാം കേട്ടോ. നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഇതെന്താണോ? ഇത് മറ്റേ സാധനമാണെങ്കിൽ ഇത് മൊത്തം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയതാണെങ്കിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, ഫുള്ള് നമ്മൾ അരിച്ച് കുറയ്ക്ക് നോക്കിയതാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം ഗൈസ്. ഓക്കെ, ഓക്കെ, ഇത് മറ്റേ ഒരു ഏരിയ ആണ് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിങ് എന്തായാലും ഉണ്ട്. ഇവിടെ നമുക്ക് ടെഡിയും കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കിട്ടും ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് വുഡ്, ഇവിടെ നമുക്ക് എന്തെങ്കിലും. ഓക്കെ ഗൈസ്, നമുക്ക് വിച്ച് ഹാൻഡിൽ കിട്ടിയിട്ടുണ്ടോ? ഇത് നമ്മുടെ മറ്റൊരു ഇവിടെ എന്തായാലും ഒരു കിണർ കണക്കുണ്ട്. കിണറിൽ യൂസ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെന്തായാലും തള്ളി തുറക്കുക. ഇത് ഇങ്ങനെയായിരുന്നു തുറക്കേണ്ടാവും. ഇവിടെ എടുക്കണം. ഇവിടെ ചെറിയൊരു സീക്രട്ട് ഏരിയയുള്ള സംഭവം ഉണ്ടാകും. ഇവിടെ ഇപ്രാവശ്യം ടെഡിയേ ഉള്ളൂ. ടെഡീനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സ്ലെൻഡറീന എന്തെങ്കിലും ചിലപ്പോൾ തരുമായിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും ഇല്ലേ ഫസ്റ്റ് ഈ ഒരു സാധനമല്ലേ, ഈ ഒരു ഹാൻഡിലൊക്കെ ഇത് നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും കൊണ്ടുവച്ചിട്ട് വരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി സെർച്ച് ചെയ്യാം. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ എന്തായാലും മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് എന്തായാലും വേറെ ഒന്നും തന്നെ കിട്ടിയിട്ടൊന്നും തന്നെ ഇല്ല ഗൈസ്. ഉണ്ട് നമ്മളിവിടെ ഫുള്ള് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാം. ഇതെന്താണ്? ഓക്കെ ഗൈസ്, അത് വേറെ എന്തോ ചെറിയ വെൻ്റ് പോലത്തെ എന്തോ ഒരു സാധനമാണ്. അങ്ങനെ മോള് ഫുള്ളായിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ മൊത്തം സെർച്ച് ചെയ്യാനും വേണ്ടി നമുക്ക് ഈ ഒരു സാധനം ഇതെന്തായാലും ഫസ്റ്റ് എന്തായാലും കൊണ്ടുവച്ചിട്ട് എന്തായാലും വരാൻ ഗൈസ്. ഓക്കെ, ഇവിടെ മറ്റൊരു ബുക്ക് ഇരിപ്പുണ്ട്. ഈ ബുക്ക് എന്തോ ഒരു ആവശ്യത്തിന് എന്തോ ഒരു സാധനത്തിന് യൂസ് ചെയ്യും ഗൈസ്. ഓക്കെ, ഈ ബുക്ക് എവിടെയോ കൊണ്ട് വെക്കണം. അപ്പോൾ എന്തോ ഒരു സാധനം നമുക്ക് കിട്ടും ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും
ഇതുവഴി നല്ല ചാടി ഇറങ്ങണം. ഇവിടെ നല്ല ഒരു കിണറുണ്ട്. ഓക്കെ, ആ കിണറിൽ നിന്ന് നമുക്ക് എന്തായാലും സാധനം എന്തെങ്കിലും എടുക്കാനായിട്ട് വരും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും നല്ല ഒക്കെയാണ്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു സാധനം എന്തായാലും പൊക്കാൻ കഴിച്ചു, എന്തായാലും നമുക്ക് മേലോട്ടാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബക്കറ്റിൽ എന്തെങ്കിലും സാധനം കിട്ടുന്നതാണ്. ഓക്കെ, ഗ്രാനി എല്ലായിടത്തും സാധനം കൊണ്ട് ഒളിപ്പിച്ചാണ് പോയെന്ന് വെച്ചാൽ. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തോ ഒരു സാധനം കിട്ടിയല്ലോ. ഇതെന്താണ്? ഓക്കെ ഗൈസ്, ഇതിൻ്റെ അകത്ത് നമുക്ക് എൻജിൻ പാത്ത് കിട്ടി. ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ, നമ്മുടെ എൻജിൻ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഈ ഷെഡ് തുറന്നു നോക്കാം. ഷെഡിൽ നമുക്ക് എന്തായാലും ഒന്നും തന്നെ കിട്ടിയിടുന്ന തന്നെ ഇല്ല. ഓക്കെ, ഷെഡിൽ നോക്കാം, ഒന്നുമില്ല. ഓക്കെ, ഷെഡിൽ നിന്നാകെ നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ മറ്റേ പാത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും തിരിച്ചെന്തായാലും വീടിൻ്റെ അകത്ത് കയറാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യം സെറ്റ് ചെയ്യാം. ഇതെന്താണ് കയറാൻ പറ്റാത്ത? എനിക്ക് തോന്നുന്നു ഇതും കൊണ്ട് കയറാൻ പറ്റുമോ? കയറാൻ പറ്റും. ഓക്കെ, ഞാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എന്തായാലും എൻജിൻ്റെ പാത്രം എന്തായാലും ഇവിടെ എന്തായാലും ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ആകെ മൊത്തം നമുക്ക് തുറന്നു നോക്കി. ഇതിൻ്റെ അകത്തൊന്നും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് എന്തായാലും എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കി നോക്കുക. എന്താണ് ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇവിടെ മറ്റേ ഒരു സ്പൈഡർ കീ നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഒരു സാധനവും തന്നെയില്ല. ഇവിടെ എൻജിൻ പാത്രം നമ്മൾ കൊണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ ചെറിയൊരു ഡ്രോയർ പോലത്തെ ഒരു സാധനമുണ്ട്. ഇത് മൊത്തം നമുക്ക് തുറന്നു അതിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും സ്പാർക്ക് പ്ലഗ് കണക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. കാറിൻ്റെ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഒരു പാഡ്ലോക്കി കണക്ക് എന്തായാലും വേണം. പാഡ്ലോക്കി ഇല്ല, അത് നമുക്ക് എന്തായാലും വേണം. ഈ പിക്ചറിൻ്റെ പീസ് ഇനി വേണമാകുമോ എന്തോ. ഓക്കെ, പിക്ചറിൻ്റെ പീസ് ഇനി കുറച്ചുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. നമുക്ക് എല്ലാ ഒരു സ്ഥലത്ത് എന്തായാലും കൊണ്ടുപോയി കൂട്ടാക്കി. നമ്മളെന്തായാലും മുകളിൽ നമ്മൾ കുറേ സാധനം കൊണ്ടുപോയി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, താഴെയുടെ കൂട്ടാക്കി. അപ്പോൾ ഈ സാധനം എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ബുക്ക് നമ്മൾ എവിടെയോ കൊണ്ട് വെക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അതിന് മുമ്പേ ഈ ഒരു ഫുൾ ഏരിയ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യാം. നമ്മളെന്തായാലും ഇവിടെ മൊത്തം നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഹോള് നമ്മൾ മുഴുവനായിട്ട് സെർച്ച് ചെയ്തിട്ടില്ല ഗൈസ്. ഓക്കെ, ഹോളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ എന്തായാലും ഒരു ചെറിയൊരു ഡ്രോയർ പോലെ സാധനം ഉണ്ട്. അവിടെ നിന്നല്ല, ഇവിടെ ചെറിയൊരു ഡോറുണ്ട്. ഇത് നേരെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകാവുള്ളതാണ്. ഓക്കെ, നമ്മുടെ അവിടെയാണ് കാറ് കിടക്കണം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കാറിൻ്റെ ബാറ്ററി കണക്ക് കിട്ടിയിട്ടുണ്ടെന്നാലും ഉണ്ട്. ഓക്കെ, നമുക്ക് നല്ല ഈ ബാറ്ററി എടുത്ത് നമ്മൾ നേരെ അടി കൊണ്ടെന്നാലും ഇടാൻ കഴിച്ചു. ഓക്കെ, നമ്മുടെ ഈ ഒരു ബാറ്ററി കണക്ക് നമുക്ക് എന്തായാലും വേണ്ട ഒരു സാധനം തന്നെയാണ്. ഓക്കെ, ഇതുവഴിയാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, കാറിൻ്റെ ബാറ്ററി കണക്ക് എന്തായാലും ഇതെന്താണ് കുറേ സൗണ്ട് കേൾക്കണം. എന്താണല്ലേ ഫുൾ സൗണ്ട് കേസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഉണ്ടാവാതിരിക്കില്ല കേസ്. അതിൻ്റെ അതൊന്നും തന്നെ ഇല്ല. വണ്ടിയുടെ ഡിക്കിയിൽ അതിൻ്റെ കാർക്കി ഉണ്ടായാലും തുറക്കാൻ പറ്റുമോ? കാർക്കി ഒക്കെ ഫൈനലി കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് കേസ്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് നമുക്ക് ബാക്കി സാധനമൊക്കെയാണ്. സ്പാർക്ക് പ്ലഗ് ഏകദേശം സാധനമൊക്കെ കിട്ടി കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇതൊക്കെ ഫുള്ളായിട്ട് തുറന്നു നോക്കി. ഇവിടെ ഒന്നും തന്നെ ഒന്നും കിട്ടിയിട്ടില്ല കേസ്. ഓക്കെ കേസ്, ഇവിടെ നമ്മുടെ ഒരു പീസ് ഇരിപ്പുണ്ട് മറ്റേ. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്തായാലും തുറന്നു നോക്കാം. ഓക്കെ കേസ്, ഇതിൻ്റെ അകത്ത് നമുക്കെന്തായാലും വീൽ ക്രാങ്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീൽ ക്രാങ്ക് എന്തോ ഒരു സാധനത്തിന് ഉപയോഗിക്കാം കേട്ടോ, അടിയിലോട്ട് എന്തോ പോകാനായിട്ടാണ്. നമുക്കിത് ഇവിടെ ഇട്ടിരിക്കാം. നമുക്കിനി ഇവിടെ ആയിട്ട് കുറച്ച് സീക്രട്ട് വഴികൾ കണക്ക് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇവിടെ എന്തായാലും ഇവിടെ ഒരു വഴി കണക്ക് ഉണ്ട്. നമുക്ക് ഇവിടത്ത് മാറ്റാം. ഓക്കെ കേസ്, അവിടെ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. ഓക്കെ കേസ്, ഇത് നമ്മുടെ സ്പെഷ്യൽ കീ ആണ്. സ്പെഷ്യൽ കീ പിന്നെ ഒരു ലെറ്ററും ഇരിപ്പുണ്ട്. ഇത് നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും ഇതുവഴി പോകണം. നമുക്ക് ഇതുവഴി തന്നെ തിരിച്ചു പോകാം. ഓക്കെ, നമുക്കെന്തായാലും അതിന് മുമ്പേ ആയിട്ടില്ലേ നമ്മുടെ ഇവിടെ ഒരു വഴിയും കൂടെ എന്തോ ഉണ്ടായിരുന്നല്ലോ. അതെവിടെ ആയിരുന്നു? ഓക്കെ, ഇതാണ്. ഇവിടെ ഒരു വഴിയും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ മറ്റേ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത ഏരിയ തന്നെയാണ്. ഇവിടെ എന്തോ കോഡ് അടിക്കാണ്ട് കേട്ടോ. അതെന്ത് കോഡ് അടിക്കാനുള്ള ഏരിയ ആണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നമുക്കെന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ നമ്മളെന്തായാലും സ്ക്രൂ ഡ്രൈവർ വെച്ചാൽ നമ്മളെന്തായാലും അവിടെ എന്നാലും അത് പൊളിച്ച് നമുക്ക് എന്തായാലും എന്തെങ്കിലും കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇത് ഫുള്ളായിട്ട് തുറക്കാം. ഓക്കെ കേസ്, നമുക്ക് ഇവിടുന്ന് റിമോട്ട് കൺട്രോൾ കിട്ടി കേസ്. ഇത് നമുക്ക് വേണ്ടൊരു സാധനം തന്നെയാണ്. ഓക്കെ, അതിനിടെ ഹാമർ. ഓക്കെ, ഹാമറാണ്. എന്നാലേ ഇവിടുത്തെ കളികൾ നടക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് ഇത് മൊത്തം തുറന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ കേസ്, ഇതിൻ്റെ അത് മറ്റേ റസ്റ്റിംഗ് പാഡ്ലോക്കി ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല കേസ് നമുക്ക്. നമുക്ക് സാധാരണ പാഡ്ലോക്കിയാണ് വേണ്ടത്. റസ്റ്റിംഗ് പാഡ്ലോക്കിയൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, ഇത് മറ്റേ അകത്തൊന്ന് ലോക്ക് ചെയ്ത് കാണാം. അത് നമുക്ക് തുറക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. നമുക്കെന്താ ഓക്കെ കേസ്, ഇവിടെ എന്തോ ഒരു കോഡ് ഇരിപ്പുണ്ട്. എന്തിൻ്റെ കോഡാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തോ ഒരു കോഡ് ഇരിപ്പുണ്ട്. എനിക്ക് എന്തോ ഒരു കോഡ് കിട്ടി കേസ്. ഓക്കെ, അത് എന്തിനു യൂസ് ചെയ്യേണ്ട സാധനമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, നമുക്കെന്തായാലും
അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഓക്കെ, നമുക്ക് ഏകദേശം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ. ഇനി നമുക്ക് എന്തായാലും ഒരു കീ എന്തോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാർ കീയാണ് അല്ലേ. നമുക്ക് മറ്റേ വെപ്പൺ കീ ഇട്ടിരുന്നെങ്കിൽ നമ്മളെ വെപ്പൺ എടുക്കായിരുന്നു. ഓക്കെ, ഇവിടെ എന്തോ ഇത് മറ്റേ തുറന്നതിൻ്റെ. ഓക്കെ, ഇത് നമ്മൾ സെർച്ച് ചെയ്തിരുന്നല്ലേ. യെസ്, ഇത് നമ്മളൊക്കെ സെർച്ച് ചെയ്തു. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കീ കൊണ്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും ആ സംഭവം നൈസായിട്ട് തുറക്കാം. ഓക്കെ ഓക്കെ, ഇത് നമുക്ക് അടിയിൽ കൂടെ പോവാം. നമ്മൾ കിച്ചൺ സെർച്ച് ചെയ്തിട്ടില്ല കേട്ടോ. കിച്ചണിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. നമുക്ക് മറ്റേ പാഡ്ലോക്കി ഇല്ലേ, പാഡ്ലോക്കി വേണം. നമുക്ക് റിമോട്ട് കൺട്രോൾ കിട്ടിയിരുന്നു. ഇതൊക്കെ അവിടെ തുറന്നു കഴിഞ്ഞാൽ എന്തോ പെപ്പർ സ്പ്രേ അങ്ങനെ എന്തോ ഒരു സാധനമാണ് കിട്ടണേന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ ഇൻഫർമേഷൻ പറഞ്ഞു. ഓക്കെ, കുറേ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ കളിക്കാൻ വന്നത് കേസ്. ഓക്കെ, സ്പെഷ്യൽ കീ അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ എന്ത് കിട്ടും. ഓക്കെ ഓക്കെ, നമ്മളെന്തായാലും സ്പെഷ്യൽ കീയുടെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവിടെ വയ്ക്കാം. ഓക്കെ ഗൈസ്, ഇതങ്ങനെ തുറന്നിട്ടുണ്ട്. ഓ, ഇവിടെ മറ്റേ സ്പൈഡറിൻ്റെ ഏരിയ ആണല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും വേണം ഗൈസ്. അതിനായിട്ട് നമുക്ക് എന്തായാലും മറ്റേ ഇതില്ല, അത് നമുക്ക് തുറക്കണം. പക്ഷെ അത് തുറക്കണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഗണ്ണ് റെഡിയാക്കണം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും കിച്ചണിലോട്ട് എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും മറ്റേ പാത്തില്ലേ, പാത്ത് നമ്മൾ മറ്റേ പാത്തില്ലേ, നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ പാത്ത്, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഏതാണ് വെപ്പണിക്ക് അങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കൊള്ളായിരുന്നു ഗൈസ്. ഓക്കെ, മാസ്റ്റർ കീ, കട്ടിങ് പ്ലെയർ, ഇതൊന്നും കിട്ടിയില്ല ഗൈസ് നമുക്ക് ഇതുവരെയായിട്ടൊക്കെ. മൊത്തം തുറന്നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുന്ന് പെയിൻറ്റിങ്ങിൻ്റെ പീസ് കിട്ടി. യെസ്, നമുക്ക് വേണ്ട ഒരു സാധനമാണെങ്കിൽ എന്താ വിളക്ക് പോലത്തെ എന്തോ ഒരു സാധനമാണ്. നമുക്ക് എന്നാലും ഈ ഒരു പിക്ചറിൻ്റെ പെയിൻറ്റിങ് ഇവിടെ കൊണ്ടുവയ്ക്കാം. എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഓക്കെ, ഞാൻ എന്തായാലും ഈ പെയിൻറ്റിങ്ങിൻ്റെ പീസില്ലേ, ഇതെന്തായാലും ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എന്നാലും വരാം. ഓക്കെ ഗൈസ്, നമുക്കാണെങ്കിൽ ഒരു മെലൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെലനൊക്കെ നമുക്ക് എന്നാലും ഒരു തന്നിമത്തനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ തന്നിമത്തൻ്റെ അത് എന്തോ ഒരു സാധനം ഉണ്ട് കേസ്. ഓക്കെ, നമുക്ക് എന്നാലും അതെന്തായാലും എന്താണെന്നൊന്ന് നോക്കിയേക്കാം. നമ്മളെന്തായാലും തന്നിമത്തൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലീസ്, നമുക്ക് പാഡ്ലോക്കി വേണം. ഓക്കെ, ഇതെന്താണ്? ഓ, മാസ്റ്റർ കീ, മെയിൻ ഗേറ്റ് എസ്കേപ്പിൻ്റെ അത് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എന്തായാലും മെയിൻ ഗേറ്റ് എസ്കേപ്പിൻ്റെ സാധനങ്ങൾ നമ്മളെ കയ്യിൽ വലുതായിട്ടില്ല. കൂടുതൽ കാറിൻ്റെ സാധനമാണ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഒന്ന് എസ്കേപ്പ് ആയാലല്ലേ പറ്റുമോ. ഓക്കെ, ഈ വീട്ടിൽ നോക്കി ഇന്ന് എന്തായാലും എസ്കേപ്പ് ആയാലേ പറ്റുമോ ഗൈസ്, അല്ലാതെ ശരിയാകത്തില്ല. ഓക്കെ, മാസ്റ്റർ കീ നമ്മുടെ ഈ ഫ്രണ്ട് കീയുടെ ഇതെന്താണ്. ഓക്കെ, ഇതെന്താണ്, തുറക്കാൻ പറ്റുമല്ലോ. ഇവിടെ എന്തോ ആയിരുന്നില്ലേ, പാഡ്ലോക്കി, പാഡ് കോഡ്. ഈ മാസ്റ്റർ കീ ഇവിടെയല്ലേ യൂസ് ചെയ്യേണ്ട. കട്ടിങ് പ്ലെയറിൻ്റെ ഇവിടെയാണ് സത്യത്തിൽ മാസ്റ്റർ കീ ആണ് യൂസ് ചെയ്യേണ്ടത്. എനിക്കറിയണോ ഗൈസ്. ഓക്കെ, നമുക്ക് എന്നാലും ബാക്കി ഏരിയ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, മാസ്റ്റർ കീ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇവിടെയാണെന്നോ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എനിക്കറിയാൻ പാടില്ല. നമുക്ക് ഈ ഏരിയ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല ഗൈസ്, കിച്ചണിൽ നിന്നൊന്നും കിട്ടില്ല. പ്ലീസ്, ഓവനിലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണേ. ബെസ്റ്റ്, ഓവനിലൊന്നുമില്ല. നമുക്കെന്തായാലും ഇല്ലേ, നമുക്ക് ഏതാണ് ഇതിൻ്റെ അടിയിൽ നോക്കിയിട്ട് വലിയ കാര്യം തന്നെ ഇല്ല, അടിയിലൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്കപ്പോൾ ഇല്ല. ഇനി നേരെ നമ്മൾ മറ്റേതാണ് ഈ ഒരു പീസ് ഓഫ് പെയിൻറ്റിങ് അല്ലേ, ഇത് നമുക്ക് എന്തായാലും തിരിച്ചെന്നാലും കൊണ്ടുവയ്ക്കാം കേട്ടോ. നമുക്ക് എന്തായാലും പീസ് ഓഫ് പെയിൻറ്റിങ് കറക്റ്റായിട്ട് എന്തായാലും കൊണ്ടുവയ്ക്കാം. എന്നിട്ട് താഴെ നമുക്ക് മറ്റേ റിമോട്ട് കൺട്രോൾ ഇല്ലേ, നമുക്ക് പോയി അതും കൂടെ അങ്ങ് എടുത്തിട്ട് വരാം. അപ്പോൾ ഇനി 2-3 പീസും കൂടെ ഉള്ള റിമോട്ട് കൺട്രോൾ ഇവിടെ അല്ല, അപ്പുറത്തെ സൈഡ് എന്തായിരുന്നല്ലേ. യെസ്, ഇവിടെ എന്തായിരുന്നു റിമോട്ട് കൺട്രോൾ. മാറങ്ങോട്ട് ഇവിടെ എന്തായിരുന്നല്ലോ റിമോട്ട് കൺട്രോൾ. ഇവിടെ അല്ലേ, അപ്പുറത്തെ ഏരിയ ആണെന്ന് എവിടെയോ റിമോട്ട് കൺട്രോൾ കിടന്ന്. ഇവിടെയാണെന്നാണ് റിമോട്ട് കൺട്രോൾ കിടന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും നമുക്കിനി റെസ്റ്റിംഗ് പാഡ്ലോക്കി വേണം ഗൈസ്. ഓക്കെ ഓക്കെ, ഇവിടെയാണ് റിമോട്ട് കൺട്രോൾ ഉള്ളത്. ഇത് വെച്ചിട്ട് വലിയ ഉപയോഗമില്ലെന്ന് തോന്നണം എനിക്ക്. ഓക്കെ, നമുക്ക് ഏതാണ് ഈ കാക്കേനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മറ്റേ ഇത് കിട്ടും ഗൈസ്. ഓക്കെ, നമ്മുടെ അത് നമുക്കിവിടെ ഒരു ഹാമർ വേണം ഗൈസ്. ഹാമർ നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടേ ഇല്ല. ഹാമറല്ലേ, ഹാമർ നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല ഗൈസ്. ഓക്കെ, ഹാമർ നമുക്ക് വേണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ മറ്റേ മീറ്റിൻ്റെ പീസ് ഉണ്ട്. ഓക്കെ, മീറ്റ് ശരിക്കണമെന്നാണ് ഇത് പാഡ്ലോ കോഡ്. ഓക്കെ, നമ്മുടെ മറ്റേ ഇതില്ല, എനിക്ക് തോന്നുന്നു നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ഡോർ എസ്കേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. ഏതെങ്കിലും ഒരു എസ്കേപ്പ് ചെയ്തേ പറ്റും, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഓക്കെ, നമുക്ക് എന്നാലും ഈ ഏരിയ ഫുള്ളായിട്ട് നോക്കി നോക്കി. ഇവിടെ നിന്നാണ് നമുക്ക് എന്നാലും കയറേണ്ടത്. ഓക്കെ, ഇതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റുമോ? ഓ, പറ്റൂല. ഓക്കെ, നമുക്കെന്തായാലും നേരെ നമ്മുടെ ഏതാണ് റിമോട്ട് കൺട്രോൾ ലോക്ക് തുറക്കേണ്ട അങ്ങോട്ട് പോകുക. നമുക്ക് എന്തായാലും പറ്റുമെങ്കിൽ നമ്മുടെ മറ്റേ ചെയ്യാവും നമുക്ക്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റേ ചെയിൻ കട്ടറില്ല, അത് നമുക്ക്
വേണം. അപ്പോൾ അവിടെ നിന്നെങ്കിലും ഒപ്പിക്കാൻ കഴിയും. നമുക്കിപ്പോൾ നേരെ എന്തായാലും മറ്റേ സംഭവം നൈസായിട്ട് തുറക്കാൻ കഴിച്ചൊക്കെ ഉണ്ട്. ഇപ്പം എന്ത് വീടാണല്ലോ ഒന്നും മനസ്സിലാണല്ലോ വഴികളൊന്നും. ഓക്കെ ചടിക്കോ ഇങ്ങോട്ടാണ് പോണം. ഇതിലേക്കൂടെ ഇറങ്ങി നേരെ ഡയറക്റ്റ് അങ്ങ് പോവാം. ഓക്കെ യെസ് നമുക്കൊരു ടെഡി കിട്ടിയതൊക്കെ ടെഡീനെ പക്ഷേ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് യൂസ് യെസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പെപ്പർ സ്പ്രേ ഇത് വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഇതൊക്കെ ഡോറെല്ലാം ചവിട്ടി പൊളിക്കാൻ പറ്റുമോ? ഇല്ല കൈസ്. ഓ നമുക്കിത് വെച്ചിട്ട് ചെലന്തീനല്ലോ ചെയ്യാൻ പറ്റുമോ? നോക്കി നോക്കാം കേട്ടോ. നമ്മുടെ ചെലന്തീനാണെങ്കിൽ ബോധം കെടുത്താൻ പറ്റുമായിരിക്കും. നോക്കി നോക്കാം. എനിക്കറിയാൻ പാടില്ല പെപ്പർ സ്പ്രേ എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ചെലന്തീനെ ബോധം കെടുത്താൻ ഉള്ളതാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് എംപ്റ്റി. തീർന്നാ? അയ്യോ പണി പാളിയടാ. തീർന്നടാ സാധനം. ഈ ചെലന്തി പറഞ്ഞില്ലല്ലോ. അയ്യോ എന്നെ കൊന്നു ചെലന്തി. നമുക്ക് ഒറ്റ പെയിന്റിങ്ങിന്റെ പീസില്ല അതുകൊണ്ടായിരിക്കും. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ അവസാനത്തെ പിക്ചറിന്റെ പീസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തിനു തന്ന്? ഗ്രാനി ഹാസ് റിവാർഡഡ് എ ബോൺ. എന്തൊരു ബോൺ? പക്ഷെ എനിക്ക് ഇറങ്ങടാ ഗൈസൊക്കെ. എന്തോ ഒരു സാധനം തന്നെന്ന് പറയണ്. ഇനിയിപ്പോ ഗ്രാനി എങ്ങനെ ഇവിടെ വന്നാ പിന്നെ പണിപ്പാളി. എന്തോ ഒരു സാധനം ഗ്രാനി തന്നെന്നൊക്കെ പറയണ്. എവിടെ? ഗ്രാനിയുടെ റൂമിലാണോ? ഗ്രാനിക്കൊരു റൂമുണ്ടാ എപ്പോഴും? എവിടെയാന്ന് ഇറങ്ങിയോടാ കേസൊക്കെ? നീ ഇവിടെ വല്ലതാണോ? ഗ്രാനി എന്തോ ഒരു സാധനം നമുക്ക് തന്നെന്നൊക്കെ പറയണം. എന്തരാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഒന്നും നമുക്ക് തന്നിട്ടില്ല. ബ്രോ നമുക്ക് കട്ടിങ് പ്ലെയർ വേണം, വേറെ എന്തൊക്കെയോ സാധനം വേണം. പക്ഷെ ഇതൊന്നും കിട്ടിയിട്ടില്ല. ഒരു സീക്രട്ട് ഏരിയ കൂടെ ഉണ്ട് കേസൊക്കെ. പക്ഷെ അത് ഇവിടെ എവിടെയോ ആണ് കേസൊക്കെ. ഇവിടെ എന്തോ ആണ് കേസ് ആ സീക്രട്ട് ഏരിയ എന്ന് പറയണം. ഓക്കെ പക്ഷെ എനിക്കിത് തുറക്കാൻ പറ്റില്ല. ഈ ബുക്കില്ല, ഒരു ബുക്ക് നമുക്കൊരു ബുക്ക് കിട്ടിയല്ലോ. ആ ബുക്ക് ഇവിടെ എവിടെയോ വെക്കുമ്പോൾ സമയത്ത് എന്തോ ഒരു സീക്രട്ട് ഏരിയ പോലത്തെ സാധനം തുറക്കും കേസ് ഈ ഒരു ഏരിയയിലൊക്കെ. അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസൊക്കെ. ഓ എടാ ഈ ഏരിയ നമ്മൾ ശ്രദ്ധിച്ചില്ല. എടാ ഇത് തുറന്നടാ. നമുക്ക് പോയ ബുക്ക് എടുത്തിട്ട് വരാം. ബുക്ക് നമ്മൾ ഏതൊരു വെള്ളത്തിൻ്റെ ഇടയിൽ എന്തോ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടെറിഞ്ഞ കേസൊക്കെ. അത് എവിടെയായിരുന്നു? ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ. ഓക്കെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ എവിടെയോ ബുക്ക് കൊണ്ട് കളഞ്ഞ കേസൊക്കെ. ഇവിടെ നല്ലടാ മുകളിൽ തന്നെ. എടാ അങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരുന്നല്ലേ. ഞാനത് ശ്രദ്ധിച്ചില്ല. അതിപ്പോഴാണോ ഓപ്പണായ? എൻ്റെ പൊന്നടാ ഈ ഏരിയ ആണ്. ഒരു ഏതാണ് നമ്മുടെ മറ്റേ ഒരു സ്ലെൻഡറിനയുടെ അമ്മയല്ലേ? സ്ലെൻഡറിനയുടെ അമ്മയുടെ ആ റൂമില്ലേ അവിടെ എൻ്റെ അടിയിലെവിടെ ഞാൻ ബുക്ക് കൊണ്ട് കളഞ്ഞു. ഞാൻ വിചാരിച്ചത് സ്ലെൻഡറിനയുടെ അമ്മയുടെ ആ റൂമിൽ വല്ലതും ആയിരിക്കും ഇത് കൊണ്ട് വെക്കേണ്ടത്. ബുക്ക് ഇവിടെയാണ് കിടക്കണത്. ആ കിടക്കണ ബുക്ക്. യെസ് ഇവിടെ ഒരു വഴി എന്തോ ഉണ്ട്. അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്ക് അതിന് മുമ്പ് അങ്ങ് പോയി നോക്കാം. എന്തെങ്കിലും കിട്ടുമായിരിക്കും. കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ എന്തായാലും പോവാം ഗൈസ്. ഓക്കെ സ്ലെൻഡറിനയുടെ അമ്മേരെ എന്തോ ഒരു സ്ഥലത്ത് പോവാം ഗൈസ്. ഓക്കെ അതെങ്ങനെ ഓപ്പണായെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. ഓക്കെ ഇതാണ്ട ഇവിടെയാണ് ബുക്ക് വെക്കേണ്ടത്. ഇതെന്തൊരു ഓ ഇവിടെ എന്തോ ഒരു വഴിയുണ്ട്. എന്തോണ് നമുക്ക് വല്ലതും കിട്ടിയ? എനിക്കറിഞ്ഞൂടാ. സ്ലെൻഡറിനയുടെ അമ്മയുടെ ബോഡിയല്ലേ ഇത്? ചേട്ടാ ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നത്. ഒന്ന് മാറുതള്ളേ. ഇതെന്താണ് നടുറോട്ടി കയറി കിടക്കണം. നീ കിടാങ്ങോട്ട്. ഇവരെ മാറ്റിയെന്ന് പറഞ്ഞാൽ എന്തിനു കിട്ടാനാണ്? എനിക്കറിയാൻ പാടില്ല ഗൈസൊക്കെ. സ്ലെൻഡറിനയുടെ അമ്മയുടെ എന്തൊരു സാധനമാണ്. ഞാൻ ഇവരെ തള്ളിയതാണ് ഇവിടെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേസൊക്കെ. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ കേസൊക്കെ. ഫോട്ടോയുടെ പിന്നാലെ വല്ലതും ഉണ്ടോ? കണ്ടോ?
എൻ്റെ അമ്പോ നമ്മളിവരെ അടിച്ചിട്ട് മാറി നിൽക്കങ്ങോട്ട്. പിന്നെ ഒന്നും പറയണ്ട. നമുക്കിതിനെ തിരിച്ചടയ്ക്കാനും തന്നെ പറ്റത്തൊന്നും തന്നെ ഇല്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതൊന്നും എടുക്കാനും പറ്റത്തൊന്നും തന്നെ ഇല്ല. ഞാൻ വിചാരിച്ച എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ ഒരു തേങ്ങയും കിട്ടിയില്ല. ഇതൊക്കെ നമുക്കെന്നാലല്ലോ നമ്മളെ ഇവിടെ എന്തൊരു സംഭവം ഉണ്ടല്ലോ. ഓ എടാ, അപ്പം ഇത് പുതുക്കിയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സേഫ് പോലത്തെ ഈ ഒരു സാധനം തുറന്നതെന്ന് ഗ്രാനി നമുക്കെന്തോ തന്നെന്ന് പറഞ്ഞേക്കാം. അപ്പം അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതപ്പോൾ എവിടെ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്ക് മിക്കവാറും വീട് ഫുള്ള് സെർച്ച് ചെയ്യേണ്ടിയിരിക്കും. നമ്മുടെ റൂമിൽ തന്നെ ആയിരിക്കും ഗ്രാനി വെച്ച് വല്ലതും വെച്ചിട്ട് പോയത്. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ. ഇപ്പം എന്ത് കഷ്ടമാണല്ലോ കേസ്. ഓക്കെ, നമുക്കില്ല ഈ വീടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ കേസുണ്ട്. നമ്മുടെ അവിടെ ആയിട്ടുണ്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ കുറച്ച് കളികളുണ്ടോ. നമുക്കപ്പോൾ ഈ വീടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ കേസ്. നമുക്ക് വെളി ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ കീ വേണം. നമുക്ക് ഹാമറില്ലേ, ഹാമർ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെ ഒരു പ്ലേ ഹൗസ് നമുക്ക് കൊണ്ടുപോകും. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണുമായിരിക്കും. നമുക്കെന്തായാലും ഒരു കോക്കനട്ട് ഉടച്ച അപ്പോഴാണ് നമുക്ക് മറ്റേ ഇത് കിട്ടിയത്. ഓക്കെ, അല്ലാതെ ഇവിടെ ഫ്രഞ്ച് വെച്ച് നോക്കി പിന്നെ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ അറിഞ്ഞൂടെ. ഓക്കെ നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പാത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കൊക്കെ. ഒരു പാത്ത് വേറെ എവിടെ ഇരിക്കണം എന്നാണ്. ഇതിൻ്റെ അടിയിൽ പോയാൽ മറ്റൊരു ഏരിയയിലോട്ട് തന്നെ എത്തും കഴിച്ചു. അല്ലാതെ വേറെ ഒരിടത്തും എത്തത്തൊന്നും തന്നെ ഇല്ല. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സ്ക്രൂ ഡ്രൈവർ സെറ്റാക്കണമെങ്കിൽ നമുക്ക് മറ്റേ വെപ്പണിക്ക് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടിയായിരിക്കും കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ മറ്റേ ഒരു പാത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എവിടെയായിരുന്നു? ഞാൻ സ്ഥലം മറന്നുപോലോ. ഇവിടെ അതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു. കുറേ താക്കോലുകൾ ഇനിയും കിട്ടാനായിട്ടുണ്ട് കേസ്. ഓക്കെ, നമുക്കില്ലേ പോയിട്ട് നമ്മുടെ കാറിൻ്റെ താക്കോൽ എടുത്തിട്ട് വരാം കേസ്. ഓക്കെ, കാറിൻ്റെ താക്കോൽ എടുത്താൽ ഇനി ബാക്കി എന്താണ് ഓൺ ഓഫ് ഇപ്പം എന്തോ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് എൻ്റെ പൊന്നെ? ഓ, ഇത് ഈ സാധനത്തിൻ്റെ ആയിരുന്നു ഓഫായ. അല്ലെങ്കിൽ ഗ്രാനിൻ്റെ വീട് മൊത്തം കത്തും, കൂടെ നമ്മളും കൂടെ ചാവും. ഓക്കെ, കാറിൻ്റെ കീ കൊണ്ടുവന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ ഒരു നമ്മുടെ ഡിക്കിയില്ലേ, ഡിക്കി നമുക്ക് എന്തായാലും തുറക്കാം കേസ്. നമ്മുടെ ബാക്കിലത്തെ ഡിക്കി എന്തായാലും നൈസറങ്ങ് തുറക്കാം കേസ്. ഓക്കെ, പുറകിലത്തെ ഡിക്കി തുറക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും. കാർക്കി ഇതിൻ്റെ മുകളിലെന്തായിരുന്നല്ലോ. യെസ്, കാർക്കി ഇവിടെ കിടപ്പുണ്ട്. കാർക്കി നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് കാർക്കി ഇവിടെ നിന്ന് താഴെ എടുത്തെറിയാം. ഓക്കെ, നമുക്ക് റെഞ്ചും കൂടെ എടുക്കാം. എന്തായാലും നമ്മൾ കാർ എസ്കേപ്പാണ് ചെയ്യാവുന്നതായിരുന്നു. നമുക്ക് പാഡ്ലോക്കി വേണം കേസ്. ഓക്കെ, പാഡ്ലോക്കി വേണം, പിന്നെ ഹാമറും വേണം. ഓക്കെ, ഹാമർ ഉണ്ടായാലും നമുക്ക് നമുക്ക് തടി കഷ്ണം പൊളിച്ചെടുത്ത് നമുക്ക് മറ്റേ ഓയിലിൻ്റെ സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നേരെ കാറിൻ്റെ അടുത്ത് പോകും. ഓക്കെ, എന്തായാലും ഈ കാറിൻ്റെ ഈ ഒരു കീ വെച്ച് നമ്മുടെ അതിൻ്റെ ബാക്കിൽ തര ബോണറ്റല്ല സോറി ഡിക്കിയില്ലേ, ഡിക്കി തുറന്നാൽ കിട്ടും. ഈ വീൽ ക്രാങ്ക് എന്തിനാണ് എന്താ യൂസ് ചെയ്യണം. ഓക്കെ, ഓ വെപ്പൺ കീ, യെസ് കിട്ടി ഗൈസ്. വെപ്പൺ കീ കിട്ടി. എനിക്ക് വെപ്പൺ കീ കിട്ടി. അപ്പം ഇനി നമുക്ക് മറ്റേ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ പറ്റും കേസ്. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ പറ്റും. ഇവിടുത്തെ സാധനം തുറക്കാൻ പറ്റും കേസ്. ഓക്കെ, നമുക്ക് പോയിട്ട് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് യെസ് ഫൈനലി ഗൈസ് നമുക്കങ്ങനെ ക്രോസ് ബോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഇതും എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഏറ്റവും അടിയിൽ അങ്ങനെ നേരെ പോയിട്ട് ഇതിലേ കൂടെ കയറി നമുക്ക് മറ്റേ ഇതിൻ്റെ അടിയിലത്തെ ഒരു ഇതാണ് റൂം എന്തോ ഉണ്ടല്ലോ, ആ റൂം ഫസ്റ്റ് അൺലോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് മീറ്റ് എടുക്കാം ഗൈസ്. എന്നിട്ട് അത് നമുക്ക് നമ്മുടെ സ്പൈഡർമാനും കൂടെ എടുക്കാം. കറക്റ്റ് ഉന്നം വേണം ഇത്, അല്ലെങ്കിൽ തീർന്ന്. ഓ കൊണ്ടാ ഇല്ല, കൊണ്ടില്ല. ഇത് മിക്കവാറും പണിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, കറക്റ്റ് ഉന്നം തന്നെ കിട്ടിയില്ലെങ്കിൽ പണിയാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മിക്കവാറും ഇനി തോന്നുന്നത് എനിക്ക് അടിക്കാൻ പറ്റില്ലെന്നുണ്ട്. കറക്റ്റ് കുറച്ച് മുകളിൽ വെച്ച് അടിക്കണം, എന്നാലും സാധനം കൊള്ളത്തുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ നേരെ ഞാനിതെവിടെയാണ് പോണ? ആദ്യം നമുക്ക് പോയിട്ടില്ലേ നമ്മുടെ വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് പോയി അടിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ ഉന്നം തെറ്റി അടിച്ച് ഈ സാധനം തീർന്ന പോലെ അതാദ്യം സെറ്റാക്കിയിട്ടായിരുന്നു. നമുക്കാദ്യം സ്ക്രൂ ഡ്രൈവർ സെറ്റാക്കാം. ഓ
ജസ്റ്റ് മിസ്സാ, സാധനം വീണില്ല. നമുക്ക് മുകളിൽ അടിക്കാം, എന്നാലും ഒരു ഉന്നം കിട്ടും. ഓക്കെ, കറക്റ്റ് ഉന്നാൻ്റെ പാത്രത്തെ അടിക്കാം. ഓ കിട്ടി കിട്ടി കിട്ടി, സ്ക്രൂ ഡ്രൈവർ കിട്ടി. സാധനം ക്രോസ് ബോർഡ് ഇനി ഇവിടെ കിടക്കട്ടെ. ഓ ഞാനിത് എന്ത് പണിയാണല്ലേ കാണിക്കണത്. ഇതെങ്ങനെ മിസ്സായി പോണെങ്കിലാ, എന്നാലേ ഒരെണ്ണം കൂടെ ഉള്ളൂ. നമുക്കിത് ഫുൾ അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. എവിടെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം, നമുക്കിവിടുന്ന് പാഡ്ലോക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഹാമർ. ഓക്കെ, രണ്ടിലൊന്ന് കിട്ടണം, അല്ലെങ്കിൽ തീരുമാനമായി. ഓക്കെ, ഓ ഇതെന്തൊരു സേഫ് കീയാ. ഓ നമുക്ക് സേഫ് കീ കിട്ടി, സേഫ് തുറക്കാനുള്ള കീ കിട്ടി. സേഫ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, സേഫ് വേണ്ടായിരിക്കും. ഓക്കെ, സേഫ് കീ കിട്ടി. ഓ ചെയിൻ കട്ടർ കിട്ടിയത്. ഓക്കെ, നമുക്ക് ഈ ചെയിൻ കട്ടർ ഇട്ട് എന്തെങ്കിലും പറ്റുമോ? ചെയിൻ കട്ടർ ഇട്ട് അതിനയുടെ പാട്ടോക്കി. ഓ നമുക്കിതിൻ്റെ കേബിൾ മുറിക്കാൻ പറ്റും. അതിനീൻ്റെ മാസ്റ്റർ കീ കിട്ടി. നമുക്ക് പറ്റുമെങ്കിൽ ഈ എസ്കേപ്പ് എങ്കിലും ചെയ്യാം. ഓ ഇതെന്താണ് തുറക്കാൻ പറ്റാത്ത? ഇതും കൂടെ കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഐ ക്യാൻ നോട്ട് ഓപ്പൺ ദി ഡോർ യെറ്റ്. അതെന്ത് പരിപാടി? മാസ്റ്റർ കീട്ടല്ല പിന്നെ തുറക്കേണ്ട, അല്ല പിന്നെ എന്തൊരു കീട്ട് ഞാൻ തുറക്കേ? പക്ഷെ നമുക്ക് എന്ത് കഷ്ടമാണല്ലേ. ചെയിൻ കട്ടർ എടുക്കാം. അതിനിടെ ഹാമർ, ഇതിന് ഹാമർ തന്നെ വേണം. ഓക്കെ, പാഡ്ലോക്കി ഇവിടെ എന്തോ ഉണ്ട്. ചെയിൻ കട്ടർ ഇട്ടട്ടെ. ബി സൂൺ. പിന്നെ നിങ്ങൾ വന്നതുപോലെ തന്നെ, നിങ്ങൾ പറഞ്ഞതിന് വേറെ എസ്കേപ്പ് ആവും. അയ്യോ നമ്മുടെ വെപ്പൺ അവിടെ കിടക്കണം. നമുക്ക് വെപ്പൺ വെച്ച് നമുക്ക് മറ്റേ അടി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വെപ്പൺ അവിടെ ഇതല്ലായിരുന്നു വെപ്പണ് നമ്മുടെ ഒരു സൂചി പോലത്തെ സാധനം. ഓക്കെ, നേരെ അടി പോവാം. നമുക്കിത് വഴി കയറാം. അതെങ്ങനെയെങ്കിലും തുറന്നേ പറ്റുമോ? ഷോർട്ട് ഗണ്ണാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, ഷോർട്ട് ഗൺ അല്ലെങ്കിൽ റെഡിയാക്കണം. ഓക്കെ, മേളിൽ പോവാം. എവിടെയായിരുന്നു? ഇവിടെ ഇതിൻ്റെ മേളല്ലേ? അല്ല, അതിൻ്റെ അടിയിലായിരുന്നു. പക്ഷേ ഇവിടെ എന്തോ ആയിരുന്നല്ലോ, ഞാൻ പെട്ടെന്ന് മറന്നു കേസൊക്കെ. ഇവിടെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത്. എന്താ അവസ്ഥ? പെട്ടെന്ന് കറക്റ്റ് ഉന്നായിരിക്കണം. ഉന്നം തെറ്റിയ തീരുമാനമായി. കുറച്ച് പൊക്കി അടിക്കണം. ഓ തുറന്ന് കറക്റ്റ് ഉണ്ട്. ഓ തുറന്ന് നമ്മുടെ പിന്നെ ഒരു സാധനം എടുക്കാം. വെപ്പൺ ഇവിടെ കിടക്കട്ടെ. നമുക്ക് മറ്റേ മീറ്റ് കിട്ടി. ഇതിൻ്റെ ആവശ്യമല്ല, ഇത് വേറെ എന്തോ ഒരു ആവശ്യത്തിനാണ്. ഇതൊക്കെയോ ബോഡിയൊക്കെ ഉണ്ട്. നമുക്കിത് വെച്ച് നമ്മുടെ സ്പൈഡർമോനെ നമുക്ക് വശത്താക്കണം. ഓക്കെ, നമ്മളങ്ങനെ സ്പൈഡർമോൻ്റെ അടുത്ത് എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടാ. എന്തായാലും എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും ഈ സാധനമല്ല, അവിടെ കണ്ട ആ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനത്തിൽ എന്തായാലും കൊണ്ടുവയ്ക്കണം. അതവിടെ ഇരുന്ന് കഴിച്ചോട്ട്. ഇവിടെ ബേർഡ് സീഡ്, ചാവറ സാധനങ്ങളൊക്കെ അല്ലെങ്കിലും കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് റെസ്റ്റിംഗ് പാഡിലോക്കി വെച്ച് ഒന്നെന്ത് ചെയ്യാനാണ്? കൊടുത്തിട്ടോലെ എന്നെ കടിച്ച് കണ്ട. പക്ഷെ എന്താവസ്ഥയാണല്ലേ ഗൈസൊക്കെ. ഇനിയിപ്പോൾ ബേർഡ് സീഡ് വെച്ച് എന്ത് ചെയ്യാനാണ് ഞാൻ? നീ തോന്നല്ല കേസ് എസ്കേപ്പ് ആവാൻ പറ്റുമോന്നൊക്കെ. ബേർഡ് സീഡ് വെച്ച് ഞാൻ എന്ത് കോപ്പറായി കാണിക്കാനാണ്? പക്ഷെ എന്താണല്ലേ. ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാണ്? സേഫ് തുറന്ന് സേഫിൽ നമുക്ക് എന്ത് കിട്ടി? സേഫിൽ നിന്ന് ഇത് കിട്ടിയല്ലേ. കട്ടിങ് പ്ലെയർ കിട്ടി. നമുക്ക് നേരെ മുകളിലോട്ട് പോകാൻ പൈസ. ഓക്കെ, ബേർഡ് സീഡ് എടുക്കാൻ പറ്റുമോ നോക്കെ നമുക്കെന്നാ തോന്നണം. ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. സ്പൈഡർമോനെ എന്തായാലും ഇത് വലിയ കഷ്ടമായി പോയേട്ടാ. ബേർഡ് സീഡ് ഇവിടെ? ഇതിവിടെയാ. ചെറിയ റിസ്ക്കാണ് എടുക്കാൻ. യെസ്, സ്പൈഡർമോൻ്റെ നമ്മൾ എടുത്ത് കേസ്. ഓക്കെ, ബേർഡ് സീഡ് എടുത്ത്. ഇനി ഇതാ പണ്ടാരത്തിനെ കൊണ്ട് ഇട്ട് കൊടുക്കാൻ.
പിന്നെ ഞാൻ ചത്ത്. എന്ത് കഷ്ടമാണല്ലേ. എന്താ അവസ്ഥ. ഡേ 5 വരെ ഉള്ളു കേസ്. ഓക്കെ, എൻ്റെ കാര്യം തീർന്നു. ഓക്കെ, ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം വരെ പോകണം. ഓക്കെ, ഞാൻ കണ്ടില്ല കേസ്. ഞാൻ അങ്ങ് ചാടി അങ്ങ് പോയി. പക്ഷെ എല്ലാം കൂടെ പൊളിഞ്ഞ് നേരെ തറ വീണ്. എന്താണല്ലേ, ബേർഡ്സ് ഇടുതാ കിടക്കണം. ഒറ്റ സാധനത്തിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടേ. നമുക്കിനി ആ പക്ഷിയുടെ അടുത്ത് പോകാം. പക്ഷി അവിടെ എന്തോ ആയിരുന്നല്ലോ. അങ്ങ് പോവാം. ഓക്കെ, ഇതുവഴി കൂടെ കയറാം. യെസ്, പക്ഷിയുടെ കിടപ്പുണ്ട്. പക്ഷി വന്ന് പോ. ഇതെന്തിനുള്ള കീ ആണോ എന്തോ കേസ്, എനിക്കറിയാൻ പാടില്ല. ഇതെവിടെയാണ് സത്യം യൂസ് ചെയ്യേണ്ടത്? ഈ പാഡിലോക്കിയാണോ ഫ്രണ്ടിൽ ഉപയോഗിക്കേണ്ടത്? ഇനി അതും എനിക്കറിയാൻ പാടില്ല കേട്ടാ. ഈ പാഡിലോക്കി ആയിരിക്കും ഫ്രണ്ടിൽ ഉപയോഗിക്കേണ്ടത്. റെസ്റ്റിംഗ് പാഡിലോക്കി. ഓക്കെ, ഇത് ഫുള്ള് റസ്റ്റ് പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരട്ടെ. ഓക്കെ, ഇതിൻ്റെ റസ്റ്റ് മാറ്റാൻ വല്ല വഴിയുണ്ടോ? ആർക്കറിയാം. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. ഗ്രാനി എന്തോ നമുക്ക് തന്നെന്ന് പറയണം. ഓക്കെ, നമുക്കില്ലേ ഈ ഫോട്ടോ അല്ലേ, ഈ ഫോട്ടോയുടെ അടിയിലല്ലോ നോക്കി നോക്കാം. ഗ്രാനി എന്തോ റിവാർഡായിട്ട് നമുക്കെന്തോ തന്നെന്നാണ് പറഞ്ഞത്. മിക്കവാറും വല്ല ലൈഫായിരിക്കും. എൻ്റെ റസ്റ്റിംഗ് കീ ഇതാ കിടക്കണം. ഈ കീ വെച്ച് നമ്മുടെ ഫ്രണ്ട് തുറക്കാൻ പറ്റുമോ എന്തോ എനിക്കറിയണം. നോക്കി നോക്കാം. മാസ്റ്റർ കീ വേണം. എപ്പോൾ എവിടാ? അതിനിട്ട് പാട്ടിലോക്കി. അപ്പം ഇതപ്പോൾ പാട്ടിലോക്കിയല്ലേ. ഫസ്റ്റ് പിടിച്ചോണ്ടിരിക്കണോണ്ട് ഇത്രയും ചെയ്യാൻ എന്താണല്ലേ. എന്താ അവസ്ഥയാണ്. നമുക്കിപ്പോൾ ഇനി കുറേ സാധനം കണ്ടുപിടിക്കണം. നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ അല്ലല്ലോ, സോറി, നമുക്ക് നമ്മുടെ വീടൊന്നുകൂടെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യണം. എവിടെ നിന്നെങ്കിലും വല്ലതും കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് ഫുള്ളേ സെർച്ച് ചെയ്ത് നോക്കി കേസ്. ഓക്കെ, ഇതിൻ്റെ ഒന്നുമില്ല കേസ്. ഓക്കെ, നമുക്ക് ഇവിടെ മൊത്തം നോക്കാം. ടി വിയിൽ ഇവിടെ ഒന്നും തന്നെയില്ല. ഇവിടെ നമുക്ക് സ്പൈഡർ കീ വേണം. ഓക്കെ, അതും കിട്ടിയില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഫുള്ള് നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഇത് മൊത്തം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ഒരു ചെയിൻ കട്ടർ വെച്ചപ്പം എന്തെങ്കിലും വല്ല ഉപയോഗം ഉണ്ടോ? ഇല്ല, ചെയിൻ കട്ടർ വെച്ച് നമുക്ക് കേബിളെ കട്ട് ചെയ്യാൻ പറ്റുമല്ലോ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ എൻ്റെ എനിക്ക് തോന്നല്ലോ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമോ. നമുക്ക് ഇവിടെയാണ് പൊളിഞ്ഞോണേ. ഒരു പലകര പീസ. നമുക്ക് ഹാമർ വേണം. ഹാമർ മിക്കവാറും നമ്മുടെ അടിയിലായിരിക്കും മിക്കവാറും. ഓക്കെ, നമുക്ക് നേരെ ഒരു കാര്യം, നമുക്ക് അടിയിലോട്ട് പോകാം കേസ്. ഓക്കെ, ഡ്രെയിൻ ഏരിയയില്ല, അങ്ങോട്ട് പോകാം കേസ്. ഓക്കെ, അവിടെ എല്ലാവരും മിക്കവാറും ഹാമർ ഉള്ളതെന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സ്പൈഡർ കീ വേണം. ഇത് വഴി പോകാൻ പറ്റും, ഇത് വഴി കയറാം. ഓക്കെ, അല്ലെങ്കിൽ സ്പൈഡർ കീ വേണം. ഓക്കെ, രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടിയേ പറ്റുമല്ലോ, ശരിയാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് ഒന്നുകൂടെ നോക്കാൻ വേണമെങ്കിൽ. കണ്ട് ഇവിടെ ഒന്നുമില്ല. ഇതെന്താണ്? പാട്ടയാണ്. ഇതിൻ്റെ അടിയിൽ ഇനി വല്ലതും കാണുമോ അറിയാൻ പാടില്ല. നോക്കി നോക്കാം. ഇവിടെ നമ്മൾ മൊത്തം സെർച്ച് ചെയ്താണ്, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, കണ്ട ഇതുവഴി കയറിയാൽ നമ്മുടെ ഇത് പറ്റ ഏരിയ അത്രയാണ്. ഓക്കെ, ഈ സേഫിൻ്റെ അകത്തൊന്നുമില്ല. ഗ്രാനി എന്തോ തന്നെന്ന് തുടങ്ങി. നമ്മുടെ ഷെഡ് ഏരിയയിലോട്ട് പോയി നോക്കാം. കാറിൻ്റെ കീ കിടപ്പുണ്ട്. കാറ് പക്ഷെ ഓപ്പൺ ആക്കണം. പക്ഷെ നമുക്ക് പാട്ട്ലോക്കി വേണം, ഓയിലും വേണം. കണ്ട അതിനീട് പാട്ട്ലോക്കി. എവിടെയാടാ പാട്ട്ലോക്കി? എന്താ അവസ്ഥയാണ്. ഓ നോ, കോബ് വീല് വേണം. കോബ് വീല് വേണം. 2 കോബ് വീല് വേണം. എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ എന്തോ അടിക്കാണ്ടല്ലോ. ഇതെന്താണ്? ഓ, ഇവിടുത്തെ കേബിൾ നമുക്ക് അതിനിടെ കട്ടിങ് പ്ലെയർ. ഇത് വെച്ചപ്പോൾ കട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. ചെയിൻ കട്ടറാണ്, എന്നാലും കട്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കട്ട് ചെയ്ത് എന്തോ കിട്ടുമായിരിക്കും ചിലപ്പം. കട്ട് ചെയ്ത് ഇനി എന്തോ കിട്ടും നോക്കി നോക്കാം. ഈ സാധനം മേളിലോട്ടാണല്ലേ പോണേ.
മേളെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഇവിടെ വല്ലതിൻ്റെ ആയിരിക്കും അല്ലേ? ഇതിൻ്റെ ആണോ? അല്ല. ഓ ഇപ്പം തുറക്കാൻ പറ്റി. ഇനി മാസ്റ്റർ കീ ഇടാം. ലെറ്റ്സ് ഗോ. തുറക്കാൻ പറ്റില്ലെന്നാ അതിനിടെ പാട്ടിലോക്കി. ഓ ഇട ഇത് മാറ്റണം നമ്മൾ. ഓ അതിന് നമുക്ക് ഹാമർ വേണം. നമുക്ക് കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ അണ്ടർഗ്രൗണ്ടിൽ പോവാം. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കിട്ടണേ പ്ലീസ്. അല്ലെങ്കിൽ സ്പൈഡർ കീ വേണം. സ്പൈഡർ കീ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് മെയിൻ ഡോർ എസ്കേപ്പെങ്കിലും ചെയ്യണം, അല്ലാതെ ശരിയാവില്ല. എന്താണല്ലേ ഇവിടെ മൊത്തം സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല എനിക്ക്. ലെമൺ പൊട്ടിച്ച മാസ്റ്റർ കീ കിട്ടി. എന്താണല്ലേ ഇത് തേങ്ങ. എനിക്ക് നല്ല ദേഷ്യം പറഞ്ഞൊക്കെ. പക്ഷെ എന്ത് ഗെയിമടെ ഇത്. അതെന്താണ് ഞാൻ എന്തോ കീ എന്നൊക്കെ. നമുക്ക് നേരെ ഇതിൻ്റെ അടിയിലോട് നൈസിൽ ചാടാം. ഇവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ. ഓക്കെ നമ്മളങ്ങനെ ചാടിയേക്കാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കണത്. ഓക്കെ എന്തെങ്കിലും കീയോ വല്ലതും ഉണ്ടോ? കീയാണ് വേണം. കീ അല്ലെങ്കിൽ ഹാമർ. ഓക്കെ ഇതിലേതെങ്കിലും രണ്ടിലൊന്നിലും എനിക്ക് വേണം. ഓക്കെ ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ. അതെന്താണ്? എന്തിനുള്ള സാധനം? ഫ്രീസ് ട്രാപ്പ്. എന്തോ ഒരു സാധനത്തിന് ട്രാപ്പാക്കാനുള്ള സാധനമാണ്. ഓക്കെ ഓ നമ്മുടെ സ്പൈഡറില്ലേ, സ്പൈഡർ അതിനെ ട്രാപ്പ് ചെയ്യാനുള്ള വല്ലതും ആയിരിക്കും. ഓക്കെ ബേർഡ്സ് ഇവിടെ കണക്കെയാണ്. ഒരിക്കൽ കൂടെ ഇടാ. ഇതിൻ്റെ കൂടിൻ്റെ അതിന് വല്ലതും ഉണ്ടോ? ഇല്ലടാ ഇല്ലടാ ഇല്ല. അതവിടെ കിടക്കട്ടെ. ഇവിടെ ഫുള്ള് ഹാമർ വേണം എന്നാലേ പറ്റൂ. ഈ ഹാമർ എവിടെ പോയിടാ ഒളിച്ചിരിക്കണ? ചേടാ ഇതിപ്പം വഴിയായല്ലോ. സ്പൈഡർ കീ കണ്ടുപിടിക്കുന്നത്. സ്പൈഡർ കീ മിക്കവാറും നമ്മുടെ മറ്റേ സ്പൈഡറിൻ്റെ അടുത്തായിരിക്കും. ഓക്കെ അപ്പോൾ നമുക്ക് ആ സ്പൈഡറിനെ ട്രാപ്പാക്കണമെങ്കിൽ നമുക്ക് ഫ്രോൺസ് ട്രാപ്പ് വേണ്ടി വരും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ സ്പൈഡർ കീ മിക്കവാറും സ്പൈഡറിൻ്റെ അടുത്തല്ലേ കാണുമോ. നമുക്കിപ്പോൾ ആ ട്രാപ്പിൻ്റെ സാധനം എടുത്തിട്ട് വരാം. ഓക്കെ നമുക്ക് എന്നിട്ട് നമ്മുടെ മറ്റേ സാധനത്തിന് ട്രാപ്പാക്കാം. നമ്മുടെ സ്പൈഡറിനെ ട്രാപ്പ് എടുക്കാം. ഓക്കെ എനിക്ക് പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ നമ്മുടെ ആ സ്പൈഡറിൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. ഓക്കെ ഇത്ര മണിക്കൂറായിട്ടിരുന്ന് കളിക്കുകയെന്ന് അറിയാമോ ഗൈസ്. എന്നിട്ട് നമുക്ക് ഇതുവരെയായിട്ട് ജയിക്കാൻ പറ്റിയിട്ടില്ല. പാഡ്ലോക്കി അല്ലെങ്കിൽ ഹാമർ എനിക്ക് വേണം. രണ്ടിലേതെങ്കിലും ഒന്ന് വേണം ഗൈസ്. ഓക്കെ പാഡ്ലോക്കി കിട്ടിയാലും മതി. ഓക്കെ പിന്നെ ഹാമർ. ഓക്കെ രണ്ടും വേണം. ഓക്കെ ഒന്നും തുറക്കാൻ പറ്റില്ലല്ലോ. ഇതെന്താണ് മാറ്റ്? ഓക്കെ അതെന്തോ സാധനം. ഇതൊന്നും തുറന്നാണ്. മിക്കവാറും നമ്മുടെ സ്പൈഡറിനൊക്കെ ട്രാപ്പാകാൻ പറ്റുമെന്ന് തോന്നണം കേട്ടാ. ആർക്കറിയാം. നമുക്കിത് തുറക്കാം. ഓക്കെ കണ്ട നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. ഓക്കെ നമുക്ക് ഇവിടത്തെ ഡോറൊന്ന് ഇത് ചവിട്ടി പൊളിച്ച് തുറക്കാൻ പറ്റുമോ? സ്പൈഡറിൻ്റെ അടുത്തല്ലേ കാണുമോ? അയ്യോ എന്നെ കടിച്ച്. എന്താണ് തീർന്നത്? ഇനി ഒരു ദിവസം കൂടെ ചിലപ്പോൾ കാണുമോ? മൈ ഗോഡ്. ഡേ 5 മിക്കവാറും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ദിവസം കൂടെ തരാൻ ചാൻസ് ഉണ്ട്. ഇതും കൂടെ ഞാൻ ചത്ത് കഴിഞ്ഞാൽ എൻ്റെ ട്രാപ്പും പോയി എല്ലാം തേങ്ങയും പോയി ഗൈസ്. ഓക്കെ എനിക്ക് ഹാമർ വേണം. ഹാമർ കിട്ടിയാൽ ബാക്കി കളി നടക്കത്തുള്ളൂ. ഹാമർ വേണം. മറ്റേ ചിലന്തി ഇതിന് മണ്ടയ്ക്കാണ് കേട്ടാ. നമുക്കില്ല മറ്റേ റൂമിലോട്ട് പോവാം. നമുക്ക് തടിക്കഷ്ണം ഇല്ലാതെ എങ്ങനെയെങ്കിലും എൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റും. ഇല്ല ഗൈസ് ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ ചത്തു. ഓക്കെ എത്രയേ ഉള്ളൂ. ചാടാനുള്ള ഓപ്ഷനും ഇല്ല ഗൈസ് ഈ ഗെയിമിലൊക്കെ. പക്ഷെ എന്ത് ഗെയിമാണ്. എനിക്ക് ആണെങ്കിൽ ആകെ ദേഷ്യം പറഞ്ഞു ഗൈസ്. ഓക്കെ മര്യാദയ്ക്കൊന്ന് കിട്ടിയതും ഇല്ല. വളരെ ഇളക്കിയെടുക്കാൻ പറ്റുമോ? കുറേ നേരമായിട്ട് ഞാൻ കളിക്കണം ഗൈസ്. ഓക്കെ എനിക്കിതുവരെയായിട്ട് വലിയ കാര്യമായിട്ട് സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ എന്തോ മിസ്സാക്കിയിട്ടുണ്ട്. അത് ഉറപ്പാണ്. നമുക്ക് എന്തായാലും കിച്ചൺ. ഇതെന്താണ്? ഇവിടെ എന്തോ ഉണ്ട്. ഇതെന്താണ്? ഒന്നുമില്ല ചേച്ചി. ഇവിടെ മൊത്തം തുറക്കാൻ പറ്റൂല.
നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, വുഡൻ്റെ പീസൊക്കെ നമുക്ക് എടുക്കണം. കാരണം നമ്മുടെ ഈ എൻജിൻ പാത്ത്, സ്പാർക്ക് പ്ലഗ്, ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതെന്തായാലും വണ്ടിയിൽ കൊണ്ട് വെച്ചിട്ട് വരാം കേട്ടോ. കാറിൽ പോയി വെച്ചിട്ട് വരാം. ഓക്കെ, നമുക്കെന്തായാലും നേരെ കാറിൻ്റെ അടുത്തോട്ട് പോകാം. ഇവിടെ എന്തായിരുന്നല്ലോ, മൊത്തം പൊളിച്ചിടാം. ഓക്കെ, ഗ്രാനി നമുക്കെന്തോ തന്നെന്ന് പറയണം റിവാർഡായിട്ട്. എന്തെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം. ഓക്കെ, നമുക്ക് പിന്നെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെവിടെ യൂസ് ചെയ്യേണ്ടതാണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇതിൻ്റെ ഞാൻ വിചാരിച്ചെന്തോ വഴിയെന്ന്. ഇതെന്തോ ഒരു വീൽ ക്രാങ്കാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ചാടി. ഇവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ട് ചേട്ടാ, നമുക്കുണ്ട് ഇവിടെ പാത്ത കിടപ്പുണ്ട് മറ്റേ സാധനത്തിൻ്റെ. നമുക്കപ്പോൾ അത് വേണം കേസ്, എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇത് കാറിൻ്റെ കീ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഗ്രാനിയുടെ വീട്ടിലൊക്കെ. സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേസ്. ഓക്കെ, എന്തായാലും എന്തൊക്കെയാണല്ലേ. നമുക്ക് ചെയിൻ കട്ടാകുന്നില്ല, നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഹാമർ അല്ലെങ്കിൽ പാഡ്ലോക്ക് ഇതിൽ രണ്ടും വേണം കേസ്. ഓക്കെ, 2 എസ്കേപ്പിൽ 2 വേണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അടി മൊത്തം സെർച്ച് ചെയ്ത് നോക്കാം കേസ്. ഹാമർ ഒരിടത്തും കണ്ടില്ല ഞാനൊക്കെ. ഈ ഹാമർ എവിടെ പോയി ഒളിച്ചിരിക്കണം? നമ്മുടെ ഫ്രഞ്ചിട്ട് പൊളിക്കാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. ഫ്രഞ്ചിരിക്കാമല്ലോ നമ്മളെ കയ്യിൽ. എടാ ഫ്രഞ്ചിടാൻ പറ്റൂലടാ, നമ്മുടെ ആരെയും മാസ്റ്റർ കീ തന്നെ വേണം. മാസ്റ്റർ കീ അല്ല, സോറി, നമ്മുടെ ആരെയും ഇത് വെറുതെ ഹാമർ എവിടെ ഇരിക്കണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ കേസൊക്കെ. നമുക്കില്ലേ വീടിൻ്റെ വെളിയിൽ ഒരിക്കൽ കൂടെ ഇറങ്ങി നോക്കാം. അവിടെ വല്ലതും ഉണ്ടാകുന്നതോ. ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ ഇടയിലൊന്നും നമ്മൾ നോക്കിയില്ല. ഇത് അടിയിലോട്ടുള്ള വഴിയാണ്, അവിടെ മൊത്തം നോക്കി. ഇതെന്താണ്? എന്തോ ഒരു സാധനം എടുക്കണം, പക്ഷേ അത് ഡീസ്പോണായി. എനിക്ക് തോന്നണില്ല കേസ് ഇത് എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്നൊക്കെ. എന്താ അവസ്ഥ ഗൈസ്, എനിക്ക് സ്പൈഡർ കീകളൊക്കെ ഫൈനലി കിട്ടിയിരിക്കുകയാണ്. ഇതെവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയണം. ഞാൻ ഇവിടെ എന്തൊക്കെയോ കാണിച്ചപ്പോൾ എനിക്ക് സ്പൈഡർ കീ കിട്ടി. മിക്കവാറും ഗൈസ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇവിടെ മറ്റേ ബുക്ക് വെച്ചപ്പോൾ എവിടെ നിന്നെങ്കിലും ചാടി വന്നായിരിക്കും സ്പൈഡർ കീ. ഞാൻ നോക്കിയവിടെ നമ്മുടെ റസ്റ്റിംഗ് കീ പോലത്തെ ഒരു മഞ്ഞ കീ കിടക്കണം. നമുക്ക് ഫൈനലി സ്പൈഡർ കീ കിട്ടിയേക്കാണ് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കെന്തായാലും നേരെ അടിയിലോട്ട് എന്നാലും പോവാണ്ട്. നമുക്കെന്തായാലും അടിയിലോട്ട് പോണതിന് മുമ്പായിട്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്കെന്തായാലും അടിയിലെടുത്ത് ഇടണം കേസ്. ഓക്കെ, നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എവിടെയോ, സ്ക്രൂ ഡ്രൈവർ അങ്ങ് എവിടെയോ കിടക്കുകയാണ്. നമ്മുടെ ആ ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മുടെ വെപ്പണും ഇല്ല, അത് നമുക്ക് നമുക്ക് വേണം കേസൊക്കെ. രണ്ടും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്കെന്തായാലും നമ്മുടെ സ്ക്രൂ ഡ്രൈവർ നമുക്കെന്തായാലും സ്ക്രൂ ഡ്രൈവർ ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, സ്ക്രൂ ഡ്രൈവറൊക്കെ വേണം കേസ്. കുറച്ച് സാധനങ്ങളൊക്കെ തുറക്കാനുള്ളതാണ്. ഓക്കെ, അതിൻ്റെ അടിയിലൊരാളുണ്ട് കേസൊക്കെ. മിക്കവാറും കാണുമായിരിക്കും. പ്രാക്ടീസ് മോഡിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നേരെ നോക്കി വെക്കാം. നമ്മുടെ വെപ്പണ് നമ്മൾ എവിടെയോ കൊണ്ട് ഡ്രോപ്പ് ചെയ്തേട്ടെ. എവിടെയെന്ന് എനിക്ക് വലിയ ഓർമ്മ തന്നെ ഇല്ല. ഓക്കെ, നമുക്കെന്തായാലും നമുക്കെന്തായാലും 2 കൽപ്പിച്ച് എന്തായാലും പോവുകയാണെങ്കിൽ. പക്ഷേ ഈ സ്പൈഡർ കിട്ടിയിട്ടും വലിയ കാര്യമില്ലെന്ന് തോന്നണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വൈകിപ്പോയി. നമ്മൾ കുറേ നേരം മറ്റേ ചിലന്തീരെ കടി കണ്ട് ചത്ത് കേസ്. ഓക്കെ കേസ്, നമ്മളങ്ങനെ വെപ്പണും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഇതിൻ്റെ അടിയിലൊക്കെ അറിഞ്ഞൂടല്ലോ കേസ്. നമ്മുടെ മറ്റേ ഒരു ജീവി ഉണ്ടാകും, നമ്മുടെ ഒരു സ്പൈഡറിൻ്റെ എന്തോ ഒരു ജീവി ഉണ്ടല്ലോ. ഓക്കെ, അതുണ്ട്. അയ്യോ, ബെസ്റ്റ് കൊണ്ടുവന്നപ്പോഴേ ഞാൻ അടിച്ച് കളഞ്ഞ കേസ്. ഓക്കെ, നമുക്കിനി ഇതുവഴി എന്തോ അല്ലേ പോവേണ്ടത്. ഓക്കെ, ആദ്യം നമുക്കെന്തായാലും നമ്മുടെ ഇതില്ല, നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഡ്രോപ്പ് ചെയ്യാൻ കേസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അത് പണിയാം. ഓക്കെ, നമുക്കെന്തായാലും ഇത് രണ്ടും എടുക്കാം. ഓക്കെ, എന്നാലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ചാടാൻ കേസ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ മിക്കവാറും മറ്റേ സാധനം ഉണ്ടായിരിക്കും. ഓക്കെ, എനിക്കറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോകാൻ ഉണ്ടെങ്കിൽ അടിക്കും. ഓക്കെ, ഓക്കെ, ഇവിടെ വേറെ എന്തൊക്കെയോ സ്പൈഡർ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കറിഞ്ഞൂടാ. ഓ, ഇവിടെ മറ്റേ എൻ്റെ വെൻ്റുണ്ട്, പൊട്ടിക്കാം. ഇതെടുത്ത് അകത്തെടുത്ത് എടുത്തിടാം. രണ്ടും എടുക്കാം. നമുക്ക് ഇങ്ങോട്ടല്ല സത്യം പറയാൻ പോകേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഓ, ഞാൻ ഇതെന്ത് പണിയാണല്ലേ കാണിക്കണേ. എൻ്റെ അമ്മോ, ഞാൻ എന്തായാലും പതുക്കെയാണ് പോകണത്. ഓക്കെ, ആ ജീവി ഇവിടെ ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങോട്ട് പോയി. പക്ഷെ എൻ്റെ എന്ത് സ്പീഡല്ലേ.
ഇപ്പോഴെങ്ങാനും ഇങ്ങോട്ട് കയറി എന്ന തീരുമാനമായി കേസ്. ഓക്കെ, ആ സാധനം എന്നെ പിടിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഇതെന്താണ്? വീൽ ക്രാങ്ക്. ഇവിടെയാണോ വീൽ ക്രാങ്ക് വെക്കേണ്ടത്? അപ്പം ഇവിടെ എന്തോ കിട്ടുമോ? ഇവിടെയാണ് വീൽ ക്രാങ്ക് വെക്കേണ്ടത്. ഞാൻ അതെവിടെയോ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത്. അയ്യോ 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 അമ്മ, എൻ്റെ കാര്യം തീർന്നടാ. ശോ, തീരുമാനായി. എന്നെ പൊക്കി ഗൈസ്, സാധനം എന്നെ പൊക്കി. ഓ, ബോണ്ട് ഡേ. ഇതാണല്ലേ നമ്മുടെ ഗ്രാനി പറഞ്ഞത്. എന്താ അവസ്ഥ, എൻ്റെ കാര്യം തീർന്നടാ. ഇത് ഇച്ചിരി സീനാണ്, ഇതിനെ അടിച്ചു കൊല്ലാൻ പറ്റൂല ഗൈസ്. ഓക്കെ, നമുക്ക് കാര്യം വെച്ചാൽ ഗണ്ണ് റെഡിയാക്കാം, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. ഗണ്ണ് റെഡിയാക്കാം. ഗണ്ണിൻ്റെ എല്ലാ സാധനം കിട്ടിയല്ലോ. വീൽ ക്രാങ്ക് ഇങ്ങോട്ട്, വീൽ ക്രാങ്ക് നമുക്ക് ഇതിൻ്റെ അടിയിലെടുത്ത് എറിയാം. ഗണ്ണ് റെഡിയാക്കിയിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യത്തിന് ഗണ്ണ് റെഡിയാക്കാൻ ഗണ്ണിൻ്റെ ഒരു മെയിൻ പാത്ത് കിട്ടിയില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ എടുത്ത് ചാടിയിട്ടുണ്ട്. ഓക്കെ, വീൽ ക്രാങ്ക് ഇവിടെ, വീൽ ക്രാങ്കൊക്കെ വേണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആണ്. ഇതും കൂടെ ഞാൻ ചത്തു കഴിഞ്ഞാൽ എൻ്റെ കാര്യം തീർന്നതാ. വെപ്പണും ഇല്ല, ഒരു തേങ്ങയില്ല. ഓക്കെ, നമുക്കെന്തായാലും ആ സാധനം ഇവിടെ. അയ്യോ, വീൽ ക്രാങ്ക് എവിടെ? എടാ, അതും പോയാ? ഞാൻ അതാണ്ടായിരിക്കണം നമ്മുടെ വീൽ ക്രാങ്ക്. ചെയ്തല്ല, നമ്മളൊരു വീൽ ക്രാങ്ക് ഇങ്ങോട്ട് എടുത്ത് എറിഞ്ഞില്ല. അതവിടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. ഇങ്ങോട്ടാണ് ആ സാധനം ഉള്ളത്. ഇങ്ങോട്ട് പോവാം. മൊത്തം അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഇങ്ങോട്ട് പോവാം. എന്ത് വഴിയാടാ ഇത്? ഇപ്പോഴെങ്ങാനും പിടിച്ച എൻ്റെ വെടി തീർന്ന്. ഓ, കിട്ടിയടാ, ഹാമർ കിട്ടി. കാണല്ലേ കാണല്ലേ. പക്ഷെ എൻ്റെ പൊന്നെ, ഇപ്പോഴെങ്ങാനും വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം തീർന്നടാ, തീർന്നു. ഓക്കെ, നമുക്കിതൊഴി ചടാ. യെസ്, ഹാമർ കിട്ടിയിട്ടുണ്ട്. പാഡ്ലോക്കി കൂടെ എനിക്ക് കിട്ടിയതായിരിക്കും. ഹാമർ കിട്ടിയിട്ടുണ്ട് നമുക്കൊക്കെ. ഇനി ലൈഫൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിച്ച് കളിക്കാം. ഓക്കെ, അതാണ് നമുക്ക് നല്ലത്. എല്ലാം അടിച്ച് പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് ഈ എസ്കേപ്പും ചെയ്യാൻ വലിയ പറ്റത്തില്ല. ഓക്കെ, അതിനിടെ പാഡ്ലോക്കി ബെസ്റ്റ്. നമുക്കതിന് മേളിലോട്ട് പോകും. മേളിലോട്ട് വരെ മറ്റേ സാധനം അടിച്ചിട്ട് നമുക്ക് പാഡ്ലോക്കി അവിടെ നിന്ന് കിട്ടിയോ നോക്കിയോ, അവിടെ നിന്ന് കിട്ടുമോ നോക്കി നോക്കാം. ഓക്കെ, അതേ ഉള്ളൂ ആകെയുള്ള വഴി മോനെ, അല്ലാതെ വേറെ വഴിയില്ല. അതാണ്ട പോയി. ഇതിനി ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ പോവാം. വീണാ തീർന്നു. ഓക്കെ, ലൈഫൊന്നും ഇല്ല ഇനി. ഓക്കെ, നമുക്കിവിടുത്തെ ഈ സാധനം എടുക്കണം കേസ്. ഓക്കെ, ഒരു കോബ് വീല്. ഇവിടെ നിന്ന് ഗ്യാസ് ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് ഇതൊക്കെ ഇട്ട് വെച്ചാ? ആറങ്ങട്ടെ, അല്ല പിന്നെ ഡ്രോപ്പ് ചെയ്യാം. ഓ, പക്ഷെ ഇതെന്ത് സാധനമാണ്? ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിന് പോവാൻ വയ്യ. ഞാൻ ഡ്രോപ്പ് ആവില്ല, അത്രേ ഉള്ളൂ. ജസ്റ്റ് മിസ്. ഹാമറിൻ്റെ ആവശ്യം ഇനിയുണ്ട് ഗൈസ്. ഓക്കെ, ഹാമർ തീർന്നിട്ടില്ല. ഓ, ഇത് മാറ്റിയേക്കാം. ഇതിൻ്റെ അകത്ത് റൂമുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? ഇതെന്താണ്? ഹാമറിന് തൊട്ടായ ടെഡീനെ എടുക്കാം ഗൈസ്. ഓക്കെ, ടെഡീനെ അവിടെ കൊണ്ടിടാം. ഈ സാധനം എടുക്കാം. ഓക്കെ, ഷോർട്ട് ഗണ്ണിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് പോയി ടെഡീനെ എടുത്തിട്ട് വരാം. ടെഡി എവിടെയാണെന്ന് ടെഡീനെ എടുത്തില്ല ഇതിനായിട്ട്. ഓക്കെ, ടെഡി ഇപ്പോഴും മറ്റേ അവിടെ കിടക്കുകയാണ്. ഓക്കെ, എനിക്ക് എസ്കേപ്പ് ആവണം ഗൈസ്. ഓക്കെ, പ്ലീസ്, എനിക്ക് സ്ലെൻഡറിയുടെ വകയായിട്ടെങ്കിലും മറ്റേ താക്കോല് വേണം. ഓക്കെ, അല്ലെങ്കിൽ കോബ് വീൽ. ഓക്കെ, അല്ലെങ്കിൽ പ്ലേ ഹൗസ് റൂം. ഓക്കെ, അവിടെയെങ്കിലും കാണാമായിരിക്കും. ഓക്കെ, ടെഡീനെ എടുക്കുക. ഈ വഴി കുഴപ്പമാണ്. ഓക്കെ, സ്ലെൻഡറിനെ ടെഡി എൻ്റെ അകത്തിടുമ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഓക്കെ, ടെഡീനെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ടെഡി കമോൺ. ഓക്കെ, ഇതിൽ പിന്നെ സ്ലെൻഡറിയുടെ ശല്യവും തന്നെ ഇല്ല. ഓക്കെ, എന്നാലും സാധനങ്ങൾ വേണ്ടേ, അതുകൊണ്ട് നമുക്ക് പോവാം. ഓക്കെ, നമുക്കെന്തായാലും കത്തിച്ച് വിടാം കേസ്. ഓക്കെ, നമുക്ക് നേരെ ഓടിപ്പോവാം. ഇങ്ങോട്ടായിരുന്നു, ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് കയറാം. എന്നിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ
മേലെ പോവാം. ഓക്കെ, നമുക്ക് എന്നിട്ട് നേരെ ഇതിൻ്റെ സൈഡിൽ കൂടെ പോവാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തില്ല. സ്ലെൻഡറിന് എവിടെ? എന്തെങ്കിലും താ സ്ലെൻഡറിന്, എന്തെങ്കിലും താ. തന്നില്ലെങ്കിൽ പിന്നെ നോയിക്കൊടി. അല്ല പിന്നെ എന്തെങ്കിലും തന്നിട്ട് പോ. പക്ഷെ എനിക്ക് തോന്നല തരുമെന്ന്. താ സ്ലെൻഡറിനെ. എടി എന്തെങ്കിലും തന്നിട്ട് പോടി. ഒന്നും തന്നില്ല. എന്താ അവസ്ഥയാണല്ലേ ഗൈസ്. ഓക്കെ, പക്ഷേ ഈ ഹാമർ കൊണ്ട് വേറൊരു പരിപാടി കൂടെ ഉണ്ട്. വേറൊരു സ്ഥലത്തൂടെ അടിച്ച് പൊളിക്കാനുണ്ട് ഗൈസ്. ഓക്കെ, എന്നാലേ എല്ലാം നടക്കും. ഓക്കെ, ചാടാ എന്നിട്ട് പോവാം. പിന്നെ അത്രേ ഉള്ളൂ. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. എവിടെയാണ് സ്ഥലം? ഓക്കെ, നമ്മുടെ മറ്റേ ഏരിയ. ഓക്കെ, അങ്ങോട്ട് പോകണമെങ്കിൽ ഇതിലേക്കൂടെ പോകാം. ചെയ്തല്ലേ, സോറി. ഇങ്ങോട്ടൊക്കെ ഇതിലേക്കൂടെ പോയി താഴോട്ട് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അടിയിലാണ്. ഓക്കെ, ഇതിലേക്കൂടെ എവിടെ പോണേ? ഇവിടെ, സോറി, ഇവിടെയും പൊളിക്കാനുണ്ട്. പൊളിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്തോ. മാറകണ്ട പ്ലാന്റ് ഇവിടെ പൊളിക്കുമ്പോൾ എന്ത് കിട്ടുമെന്തോ. എന്തോ സീക്രട്ട് വഴി പോലത്തെ സാധനമുണ്ട്. എന്താണ് ഇതിൻ്റെ അകത്തൊന്നുമില്ലല്ലോ. വുഡൻ സ്റ്റിക്ക്. ഇതുകൊണ്ട് ഞാൻ ഞാനാണ് ആരെ തലക്കടിക്കാൻ? എനിക്കറിയണ വയസ്സ്. എന്തോ ഒരു വുഡൻ സ്റ്റിക്ക് കിട്ടി നമുക്ക്. ഇത് വെച്ചാൽ ഇതിൽ വല്ല കണക്ട് ചെയ്യാനാ? വുഡൻ സ്റ്റിക്ക് എന്തിനാണ് എന്തൊക്കെ? ആർക്കറിയാം. വുഡൻ സ്റ്റിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വുഡൻ സ്റ്റിക്ക് വെച്ച് ഇവിടെ വല്ല അടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ? മാസ്റ്റർ കീ. ഇതൊന്നും പരിപാടി ചെയ്യാനില്ല. ഓക്കെ, ഈ സാധനം. എനിക്ക് ദേഷ്യം പറഞ്ഞു. ഓക്കെ, നമുക്കിനി ഹാമർ വെച്ചിട്ടുള്ള കളിയിൽ കഴിയേണ്ടതുണ്ടല്ലോ. നമുക്ക് മറ്റേ ഗ്യാസ് ഓയിലും എല്ലാം കിട്ടി. പക്ഷെ നമുക്ക് ഇനി മറ്റേ ചെയിൻ കട്ടർ എവിടെയായിരുന്നു? ചെയിൻ കട്ടർ അടിയിൽ കിടക്കുകയാണ്. ഓക്കെ, ചെയിൻ കട്ടർ ഇവിടെ എന്തായിരുന്നല്ലോ. ഇവിടെ എന്തൊരു കേബിള് മുറിച്ചിട്ട് എവിടെ തോന്നിട്ടല്ലേ. ചെയിൻ കട്ടറാണോ? ചെയിൻ കട്ടർ ചടിച്ചാൽ മറ്റേ കോബൂയിൽ കിട്ടോ. മിക്കവാറും ഒരിക്കൽ കൂടെ നമുക്ക് കണ്ടറിയാൻ വേണ്ടി പോവേണ്ടി വരും കേട്ടാ. ചെയിൻ കട്ടർ വെച്ച് കട്ടിയിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഈ സാധനം ഇവിടെ കിടക്കട്ടെ. നമുക്ക് അടിയിൽ പോകാം. നമുക്ക് വേറെ അണ്ടർഗ്രൗണ്ടിലോട്ട് വേറെ ഇതുള്ളൂ. ഓക്കെ, സൂര്യവറിൻ്റെ കളികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഇങ്ങോട്ട് ഞാൻ കയറി പോകണം. ഇവിടെ അല്ല നമുക്ക് പോവേണ്ടത്. ഓക്കെ, തുറക്ക്. ഇത് എങ്ങോട്ടാണ് ഞാൻ പോണത്? പക്ഷെ എൻ്റെ പൊന്നെ, എനിക്ക് ബോധമല്ല കേസ്. ഓക്കെ, കളിച്ച് മടുത്തു. എന്ത് കളിയാണല്ലോ കേസ്. മറ്റേ ഗ്രാനി എന്ത് എളുപ്പം. ഇതാ കിടക്കണം നമ്മുടെ മറ്റേ സാധനം, വീൽ ക്രാങ്ക്. ഇതാദ്യം കൊണ്ടുവയ്ക്കാം. സ്ക്രൂ ഡ്രൈവർ അടിയിലുണ്ട്, പേടിക്കണ്ട. സൂക്ഷിച്ച് വേണം പോവാൻ. ഏറ്റവും അറ്റത്തുള്ള റോ എന്തായിരുന്നു? തല്ലടാ, ഈ ഏരിയ. അയ്യോ, തീർന്നടാ. ഗെയിം ഓവർ. ഗൈസ്, നമ്മൾ തോറ്റ്. ഓ നോ, എന്ത് കഷ്ടമാണല്ലേ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തായാലും ഒരിക്കൽ കൂടെ എന്തായാലും ശ്രമിച്ചു നോക്കാം. നമ്മളെന്തായാലും പിന്നെയും വരുന്നതാണ്. നമ്മൾ ഔട്ടായി ഗൈസ്. എന്ത് ചെയ്യാനല്ലേ, 5 ചാൻസും പോയി ഗൈസ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഒരു സാഡ് വീഡിയോ ആയിരുന്നു. ഇന്ന് നമുക്ക് എസ്കേപ്പായി പറ്റിയില്ല. നമ്മുടെ ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പാത്ത് കിടന്നല്ലോ, ആ ഏരിയയിലായിരുന്നു നമ്മുടെ വീൽ ക്രാങ്ക് വെക്കേണ്ട. ഞാൻ സ്ഥലം മാറി കറങ്ങിയത് അങ്ങ് പോയി ഗൈസ്. ഓക്കെ, നല്ല പണി കിട്ടി ഗൈസ്. ഓക്കെ, എന്തായാലും ഞാൻ വീണ്ടും എന്തായാലും വരുന്നതാണ്. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.